ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ചയാകുന്നത് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ബൾഗേറിയൻ അന്ധപ്രവാചകിയുടെ പ്രവചനങ്ങളാണ്. ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്ന വിളിപ്പേരുള്ള ഈ മിസ്റ്റിക്കിന്റെ 2026 പ്രവചനങ്ങൾ ഭയവും ആകാംക്ഷയും ഒരുപോലെ സൃഷ്ടിക്കുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണം, പ്രിൻസസ് ഡയാനയുടെ മരണം, 9/11 ആക്രമണം, ചെർണോബിൽ ദുരന്തം തുടങ്ങി നിരവധി സുപ്രധാന ആഗോള സംഭവങ്ങൾ വാങ്ക പ്രവചിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ആഗോള സംഘർഷങ്ങൾ, AI-യുടെ ഭീഷണി, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ 2026 പ്രവചനങ്ങൾക്ക് ലോകം കാതോർക്കുകയാണ്. ആരാണ് ഈ ബാബ വാങ്ക? 2026 ലോകത്തെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? പരിശോധിക്കാം. കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും സോഷ്യൽ മീഡിയ ഫീഡുകളിലും ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്ന ഒരേയൊരു പേര് ബാബ വാങ്ക. ബൾഗേറിയൻ മിസ്റ്റിക്, അന്ധപ്രവാചക, ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്നിങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ്. 2026 ലോകം കാലെടുത്തു വെക്കുമ്പോൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. നോക്കാം ബാബ വാങ്ക ആരാണെന്നും ഈ പ്രവാചകിയുടെ പിഴയ്ക്കാത്ത ദിവ്യദൃഷ്ടിയുടെ രഹസ്യങ്ങളും. വംഗേലിയ പന്തേബ ഗുസ്റ്റെറൂവ എന്നായിരുന്നു ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനിച്ച അവർക്ക് 12-ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലാണ് കാഴ്ച നഷ്ടമായത്. അതിനുശേഷമാണ് തനിക്ക് ഭാവി കാണാനുള്ള സിദ്ധി ലഭിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. വങ്കയുടെ പ്രവചനങ്ങൾ പലപ്പോഴും രേഖാമൂലമുള്ള തെളിവുകൾ ഇല്ലാതെയാണ് പ്രചരിക്കുന്നതെങ്കിലും പല സുപ്രധാന ചരിത്ര സംഭവങ്ങളുമായി അവ ബന്ധിപ്പിക്കപ്പെടുന്നു. വങ്കയുടെ പിഴയ്ക്കാത്ത പ്രശസ്ത പ്രവചനങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെയും ഡയാന രാജകുമാരിയുടെയും ഒക്കെ മരണവും അതുപോലെ ചെർണോബിൽ ദുരന്തവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഓറഞ്ച് മഞ്ഞ നിറമുള്ള സാരി ധരിച്ച ഇന്ത്യൻ നേതാവ് കൊല്ലപ്പെടുമെന്ന് വങ്ക പ്രവചിച്ചു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം കാവി നിറത്തിലുള്ള സാരിയാണ് ധരിച്ചിരുന്നത്. ഡയാന രാജകുമാരിയുടെ ദാരുണമായ അന്ത്യം പ്രവചിക്കപ്പെട്ടു. അതുപോലെ 9/11 ആക്രമണം, സ്റ്റീൽ പക്ഷികൾ അമേരിക്കയെ ആക്രമിക്കുമെന്ന് പറഞ്ഞതിനെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമായി പലരും വ്യാഖ്യാനിക്കുന്നു. ബരാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി, അമേരിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റിനെ അവർ പ്രവചിച്ചു. 1996 മരിക്കുന്നതിന് മുൻപ് 5079 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് അവർ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ബാബ വാങ്കയുടെ 2026 പ്രവചനങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്ന നിരവധി പ്രധാന വിഷയങ്ങളെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, ആഗോള സംഘർഷം, അതും 3-ാം ലോക മഹായുദ്ധം എന്ന പേരിൽ. 2026 ഒരു വലിയ യുദ്ധം ആരംഭിക്കുമെന്നും അത് ലോകശക്തികളെ ഉൾക്കൊണ്ട് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും വങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു. റഷ്യയും USA-യും ചൈനയും ഉൾപ്പെടുന്ന സംഘർഷ സാധ്യത അവർ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ AI-യുടെ ആധിപത്യമാണ് അടുത്തത്. 2026 ആകുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രധാന തീരുമാനങ്ങളിലും വ്യവസായങ്ങളിലും മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ പോലും ആധിപത്യം സ്ഥാപിക്കുന്ന നിലയിലേക്ക് വളരും. AI മനുഷ്യ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് പോകുന്നത് വലിയ ധാർമ്മിക പ്രശ്നങ്ങൾക്ക് വഴി തുറക്കും. മൂന്നാമതായി തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങളാണ്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അനിയന്ത്രിതമായ കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ 2026 ലോകത്തിന്റെ 7 മുതൽ 8% കരപ്രദേശത്തെ ബാധിക്കുമെന്നും വങ്ക മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അതിതീവ്രമായ പ്രളയങ്ങളും ഉഷ്ണതരംഗങ്ങളും ഈ മുന്നറിയിപ്പുകൾക്ക് അടിവരയിടുന്നു. പാരിസ്ഥിതിക വ്യവസ്ഥയുടെ 2/3 ഭാഗത്തിനും മാറ്റം സംഭവിക്കുമെന്നും വങ്ക പ്രവചിക്കുന്നു. ഇനി ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാണ്. ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നും ആഗോള കറൻസികളിൽ തകർച്ചയോ തിരുത്തലോ സംഭവിക്കുമെന്നും അതുപോലെ ബാങ്കിംഗ് പരാജയങ്ങളും ഉയർന്ന പണപ്പെരുപ്പവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിതമായ വർധനവ് ഉണ്ടാകുമെന്നൊക്കെ അവർ പ്രവചിച്ചിരുന്നു. അടുത്തത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രവചനമാണ്. 2026 ഒരു ഭീമാകാരമായ അന്യഗ്രഹ പേടകം ഭൂമിയിലെത്തും. അന്യഗ്രഹ ജീവികളുമായി മനുഷ്യന് ആദ്യമായി സമ്പർക്കമുണ്ടാകുമെന്നാണ് വങ്കയുടെ പ്രവചനം. അടുത്തിടെ ബഹിരാകാശത്ത് കണ്ടെത്തിയ അജ്ഞാത വസ്തുക്കളുമായി ഇതിനെ ബന്ധപ്പെടുത്തി ഈ പ്രവചനം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. റഷ്യയിൽ നിന്നൊരു ശക്തനായ നേതാവ് ഉയർന്നു വന്ന് ലോകകാര്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും വങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു. ഈ വ്യക്തി ലോകത്തിന്റെ മാസ്റ്റർ അല്ലെങ്കിൽ ലോകപ്രഭുവായി അറിയപ്പെടും. നിലവിലെ റഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ പ്രവചനവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ശ്രദ്ധിക്കുന്നത്. പിന്നൊന്ന് ഇതാണ്, ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ലോകശക്തിയായി വളർന്ന് ആഗോള നേതൃത്വം ഏറ്റെടുക്കുമെന്നുള്ളത്. പിന്നെ പാരിസ്ഥിതികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ വലിയ തോതിൽ ജനങ്ങൾ പലായനം ചെയ്യും. വിവിധ രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളും സാമൂഹിക അസ്വസ്ഥതകളും വർദ്ധിക്കും എന്നൊക്കെയുള്ളതാണ്. ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും വസ്തുതാപരമായ തെളിവുകൾ ഇല്ലാത്തതും അതുപോലെ അവ്യക്തമായ പ്രസ്താവനകളുടെ വ്യാഖ്യാനങ്ങളുമാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പല പ്രവചനങ്ങളും സത്യമായില്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. ഈ പ്രവചനങ്ങൾ എല്ലാം തന്നെ ലോകമെമ്പാടും ഒരു ആശങ്കയുടെ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ
ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർമ്മിക്കണം. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പലതും വ്യക്തമല്ലാത്ത ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ മരിച്ചതിനു ശേഷം അവരുടെ അനുയായികൾ വ്യാഖ്യാനിച്ചെടുത്തതാണ് എന്നത്. അവരുടെ വാക്കുകൾക്ക് ഔദ്യോഗികമായ രേഖകളോ കൃത്യമായ തീയതിയോ പലപ്പോഴും ലഭ്യമല്ല. അതിനാൽ ഇതൊരു പ്രവചനം മാത്രമായി കാണാമെന്നും അമിതമായ ഭയപ്പാടുകൾക്ക് അടിമപ്പെടരുതെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നിലവിലെ കാലാവസ്ഥാ മാറ്റം, AI-യുടെ വളർച്ച, അന്താരാഷ്ട്ര സംഘർഷങ്ങൾ തുടങ്ങിയ സമകാലീന വിഷയങ്ങളുമായി ഈ പ്രവചനങ്ങൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവ തുടർന്നും വലിയ പൊതുശ്രദ്ധ ആകർഷിക്കുന്നു. അപ്പോൾ 2026 ഒരു സാധാരണ വർഷമായിരിക്കുമോ, അതോ ബാബ വാങ്ക പ്രവചിച്ചതുപോലെ വലിയ മാറ്റങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമോ? തീർച്ചയായും ഈ പ്രവചനങ്ങൾ കേവലം ഊഹാപോഹങ്ങളായിരിക്കാം. പക്ഷേ ലോകം വലിയ സാങ്കേതികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകാൻ മനുഷ്യ സമൂഹം നിർബന്ധിതരാവുകയാണ്. കാലം തെളിയിക്കും ബാക്കിയൊക്കെ.